എപ്പിസോഡ് തുടങ്ങുമ്പോൾ 7 കൊല്ലങ്ങൾക്ക് മുമ്പെയുള്ള കഥയാണ് കാണിക്കുന്നത്. അന്ന് രാത്രി ശരിക്കും എന്താണ് സിയോജോങ്ങിന് സംഭവിച്ചതെന്ന കഥ. കോയോങ് പറഞ്ഞുവിട്ട് അവള് നേരെ ഓടി വരുന്നതാണെങ്കിൽ യോങ്സിക്കിന്റെ മുന്നിലേക്കായിരുന്നു. യോങ്സിക്കിനെ കാണുന്നതും കരഞ്ഞുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവള് പറയും. അവൻ അവളുടെ സിറ്റുവേഷൻ കണ്ട് കൂടുതലായൊന്നും തിരക്കാൻ നിൽക്കില്ല. അവളെ കൂട്ടിക്കൊണ്ടുപോയി സോളിലേക്ക് പോകുന്ന അടുത്ത ബസിന്റെ ടിക്കറ്റ് എടുത്തു കൊടുക്കും. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോന്ന് നടക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ചില സമയങ്ങളിൽ അത് അറിയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസ അവൻ അവൾക്ക് കൊടുക്കും. ഞാൻ ഒരിക്കലും ഈ ഒരു ഉപകാരം മറക്കില്ല എന്ന് പറഞ്ഞ് അവനോട് നന്ദിയും പറഞ്ഞാണ് അവൾ ആ ബസ്സിൽ കയറി പോയത്. സോളിലേക്ക് പോകുന്ന അവള് അവിടെ ഒരു ഹോട്ടലിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പൊക്കോണ്ടിരിക്കെ ഹോട്ടലിൽ വന്ന് റൂം എടുത്തൊരു ഗസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ഈവൻ ഭക്ഷണം പോലും കഴിക്കാൻ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നും പറഞ്ഞ് എഴുതി വെച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് അകത്തേക്ക് കടക്കാനും പറ്റുന്നില്ല. എന്തെങ്കിലും പ്രശ്നം അവർക്ക് സംഭവിച്ചാൽ ഇവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. എന്നാൽ സിയോജോങ് ആണെങ്കിൽ ആ റൂമിനകത്തുള്ള ആള് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പോലും നോക്കാതെ എല്ലാ ദിവസവും അവർക്കുള്ള ഫുഡ് ആ ഒരു വാതിലിന് പുറത്തെത്തിക്കുമായിരുന്നു. ഒപ്പം കുറച്ചെങ്കിലും കഴിക്കണം, ഞാൻ ഫുഡ് ഇവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടും. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ എഴുതിയ നോട്ടിന്റെ കൂടെ വേറൊരു നോട്ടുകൂടെ, എന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ നന്ദിയുണ്ടെന്നും പറഞ്ഞു. അത് വായിച്ചപ്പോഴേ സിയോജോങ്ങിന് എന്തോ റോങ് അടിക്കും. അവൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് സ്പെയർ കീ വാങ്ങി റൂമിനകത്തേക്ക് കിടക്കും. അപ്പൊ ആ റൂമിലുണ്ടായിരുന്ന ലേഡി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു ചെയർവുമണാണ്. അവർ സൂയിസൈഡ് ചെയ്യാനെന്ന രീതിയിൽ വിൻഡോയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. ഇവരെന്ത് പറഞ്ഞിട്ടും അവർ താഴേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പൊ സിയോജോങ് പറയും, ആ നോട്ട് എഴുതി ഫുഡ് ഇവിടെ കൊണ്ടുവയ്ക്കാറുള്ളത് ഞാനാ. എനിക്ക് ചെറുപ്പത്തിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടതാ. അന്ന് എനിക്കെന്റെ ലോകം അവസാനിച്ചതായിട്ട് തോന്നി. നല്ല ദിവസത്തേക്കാൾ കൂടുതൽ എനിക്ക് മോശം ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നില്ലേ. അതുകൊണ്ട് ഇപ്പൊ താഴെ ഇറങ്ങി വാ, എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം പരിഹാരം ഉണ്ടാവും എന്നിത് കേൾക്കുന്ന ചെയർവുമൺ പറയും. അതെനിക്കും അറിയാം, എന്ത് പ്രശ്നമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും മറക്കൂന്ന്. എന്നാ അതെനിക്ക് വേണ്ട. എന്റെ മരിച്ചുപോയ മോളെ എനിക്ക് മറക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ പോയി കാണുമെന്നും പറഞ്ഞ് ചാടാൻ തുടങ്ങുന്നതും. നിങ്ങൾ ഇപ്പീ ചെയ്യാൻ പോകുന്ന കാര്യം ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ അവളുടെ അടുത്ത് ചെന്നാലും അവക്ക് വേണ്ടിയാണ് നിങ്ങൾ മരിച്ചതെന്ന് നോക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാകും എന്ന് സിയോജോങ് പറയുമ്പോൾ ചെയർവുമണും അത് മിണ്ടാതെ കേൾക്കും. പതുക്കെ അവളുടെ കൈ പിടിച്ച് അവർ താഴെ ഇറങ്ങും. അവിടെ വെച്ച് അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുകയാണ്. പിന്നീട് ഇവളെയും കൂട്ടി ഇവരൊരുപാട് ഷോപ്പിങ്ങിന് പോകും. അവൾക്ക് ഒരുപാട് ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ഒരു ദിവസം ഈ ചെയർവുമൺ അവളോട് ഒതുക്കും, എന്റെ അഡോപ്റ്റഡ് ഡോക്ടറായിട്ട് എന്റെ വീട്ടിലോട്ട് വരാൻ നിനക്ക് സമ്മതമാണോന്ന്. അങ്ങനെയായിരുന്നു അവൾ ആ ചെയർവുമന്റെ മകളായിട്ട് മാറിയത്. ചെയർവുമന്റെ ഭാഗത്ത് നിന്ന് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പണ്ടത്തെ ലൈഫിനെ കുറിച്ച് അവൾ മറക്കണം. അതിനെക്കുറിച്ച് ഒരു സംസാരവും പാടില്ല. പണ്ടത്തെ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. ഫ്ലാഷ് ബാക്ക് എട്ടാകുമ്പോൾ പാർലറിൽ വെച്ച് കാണുന്ന യോങ്ങിനോട് സിയോജോങ് ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കൈതട്ടി അറിയാതെ സിയോജോങ്ങിന്റെ മടിയിലേക്ക് കത്രിക വന്ന് വീഴുവാണ്. എന്നാൽ അത് കണ്ടതും അവൾ വല്ലാണ്ട് പാനിക്കാവും. ഇത് കണ്ട് ചെയർവുമൺ എല്ലാവരോടും പറയും, എന്റെ മോൾക്ക് മൂർച്ചയുള്ള സാധനങ്ങളോട് പേടിയാണ്, അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാൻ. അവൾ നല്ലോണം തന്നെ പേടിച്ചിട്ടുണ്ട്. മേ ബി ഇത് ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷമുള്ള അവളുടെ ട്രോമയായിരിക്കും. സിയോജോങ് ഇപ്പൊ യോങ്ങിനെ കാണിച്ചുകൊണ്ട് ആ ഒരു മാനേജറിനോട് പറയും, ഇന്ന് ഇവൾ എന്നെ ടേക്ക് കെയർ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ സിയോജോങ്ങിന്റെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത് യോങ് ആണ്. ഇതുപോലെ പണ്ട് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ യോങ് അവളുടെ മുടി ഒരുപാട് കെട്ടിക്കൊടുക്കുമായിരുന്നു. ആ ഒരു കാര്യമാണ് ഇപ്പൊ അവൾക്ക് ഓർമ്മ വരുന്നത്. കണ്ടിട്ടും ഇവൾ എന്താ തന്നോട് സംസാരിക്കാത്തത് എന്നൊക്കെയുള്ള ചിന്തകൾ അവളുടെ മനസ്സിലുണ്ട്. കെട്ടാകുമ്പോൾ നഴ്സറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോയ് കൊണ്ടുവരുന്ന സൂചിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംജോള്. ചോയ്ക്ക് അവളെ നന്നായിട്ട് നോക്കാൻ അറിയില്ല. സൂചിന്റെ കാര്യത്തിൽ ചോയ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നതൊക്കെയാണ് അവന്റെ പരാതി. ഇടയ്ക്ക് ചോയ്ക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്, ഞാനാണോ ഇവള് പ്രസവിച്ചത് അത് ഇവനാണോ എന്ന്. ഇപ്പൊ സൂചനാണെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്ന് കേൾക്കുന്നതും ഇനിയിപ്പൊ അതെടുത്തിട്ട് മതി എന്തോന്നും പറഞ്ഞ് കൈയോടെ അവളെയും പൊക്കിക്കൊണ്ടുപോകും. ചോയും അവരുടെ പിറകെ ഓടും. ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞ് യോങ് പുറത്തേക്ക് എത്തുമ്പോൾ ആ ചെയർവുമന്റെ ഡ്രൈവർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ചെറിയ മാഡത്തിന് നിന്നെ കാണണമെന്നും പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് വരുത്തിച്ചത് സിയോജോങ് ആണ്. യോങ്ങിനെ കണ്ടതും ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും. ചെയർവുമൺ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പാർലറിൽ വെച്ച് അവളൊന്നും മിണ്ടാതിരുന്നത്. സിയോജോങ് വന്ന് മിണ്ടുമ്പോൾ യോങ്ങിന് സന്തോഷമാവും. കുറെ നാൾക്ക് ശേഷം ഒരുമിച്ച് കണ്ട സന്തോഷമാണ് രണ്ടുപേർക്കും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. നടന്ന കഥകളെല്ലാം അവൾ യോങ്ങിന് പറഞ്ഞു കൊടുക്കും. 2 ദിവസം ബിസിനസിന് വേണ്ടിയിട്ട് ചെയർവുമൺ പുറത്താണ്. ആ തക്കം നോക്കിയിട്ടാണ് അവളെ യോങ്ങിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അവളുടെ റൂമും സാധനങ്ങളും എല്ലാം കറങ്ങി നടന്ന് സിയോജോങ് യോങ്ങിന് കാണിച്ചു കൊടുക്കും. സിയോജോങ്ങിന് കിട്ടിയ ഭാഗ്യം ആലോചിച്ച് സന്തോഷിക്കുകയാണ് യോങ്. അവളുടെ വാർഡ്രോബിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് അവൾ യോങ്ങിന് എടുത്തു കൊടുക്കും. ഇതെന്റെ ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞു. യോങ്ങിനോട് വീട്ടിലെ എല്ലാവരുടെയും കാര്യം സിയോജോങ് പ്രത്യേകം തിരക്കുന്നുണ്ട്. കൂട്ടത്തില് ഹാരിനെ നീ ഇപ്പോഴും കാണാതുണ്ടോന്നും അവന്റെ കാര്യങ്ങളൊക്കെ യോങ് പറഞ്ഞു കൊടുക്കും. നിനക്ക് അവനെ കാണാൻ പൊക്കൂടെ, അവന് ഇപ്പോഴും നിന്നെ ഓർമ്മയുണ്ടാകുന്നു യോങ് പറയുമ്പോ നീ മറന്നുപോയോ, ഞാൻ അവനെ തേച്ചത്, ഇനി ഞാൻ ഒരിക്കലും അവനെ കാണാൻ പോയില്ല എന്ന് പറയുകയാണ് അവള്. ഒരിക്കൽ ചെയർവുമൺ അറിയാതെ ഇവളെ തപ്പി സിയോജോങ് വന്നതുമാണ്. എന്നാൽ സ്ഥലങ്ങളൊക്കെ റീഡെവലപ്മെന്റിൽ മാറി പോയതുകൊണ്ട് തന്നെ വീടും സ്ഥലമൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് സിയോജോങ്ങിന് പറ്റിയില്ല. പോകുന്നതിന് മുന്നേ സിയോജോങ് അവൾക്കൊരു ഡയറി കൊടുക്കും. അതിവര് പിരിഞ്ഞതിന് ശേഷം സിയോജോങ് യോങ്ങിന് വേണ്ടി എഴുതിയ ഡയറിയാണ്. ഇനി അത് അവൾക്ക് ആവശ്യമില്ലല്ലോ. പോകുന്ന വഴി യോങ് ആ ഡയറി മൊത്തം ഇരുന്ന് വായിക്കും. അവർ പിരിഞ്ഞതിനു ശേഷമുള്ള എല്ലാ ദിവസവും അവൾ യോങ്ങിന് വേണ്ടി ഡയറി എഴുതുമായിരുന്നു. ഹോട്ടലിൽ ജോലി കിട്ടിയ ദിവസവും ചെയർവുമണെ അമ്മയായിട്ട് കിട്ടിയ ദിവസമല്ല, അവക്ക് യോങ് എത്ര പ്രീഷ്യസ് ആയിരുന്നു എന്ന കാര്യം അവക്ക് മനസ്സിലാവും. കെട്ടാകുമ്പോൾ രാവിലെ തന്നെ റെസ്റ്റോറന്റിൽ വന്ന് പാർക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിയോങ്. അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ നൈസായിട്ട് സിയോങ് ഒതുക്കും, എന്റെ ഹാനിന് യോങ്ങിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ,
അവള് നല്ല പെൺകുട്ടിയാ, അവളെ കുറിച്ച് ഒരു മോശം ആരും അറിയില്ല. മാത്രമല്ല എനിക്ക് തോന്നില്ല അവര് വെറും ഫ്രണ്ട്സ് ആണെന്ന്. അവന്റെ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവരും അവരെ കപ്പിൾസ് എന്നാ വിളിക്കുന്നത്. പിന്നെ എന്റെ ഹാനു അത്ര മോശമൊന്നുമല്ലല്ലോ, നല്ല സ്വഭാവം, ഹാൻസം, പിന്നെ ദേ ഇപ്പോ ഡോക്ടർ ആവാൻ പോകുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇതായിട്ട് പാർക്കും അറിയും, അതിന് തീരുമാനം എടുക്കേണ്ട നമ്മളൊന്നുമല്ലല്ലോ, അവരല്ലേ. അത് കേട്ടാ മതി, അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ചോദിച്ച് അവിടെ നിന്ന് സമയം വൈകിയെന്നും പറഞ്ഞ് വർക്കിന് വേണ്ടി ഓടുകയാണ് സോങ്. ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെയർവുമന്റെ ഡ്രൈവർ വന്ന് കുറെ സാധനങ്ങൾ ടേബിളിൽ വെക്കുകയാണ്. പാർക്കും ഓസോക്കും ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോഴാണ് പിറകെ അങ്ങോട്ടേക്ക് സിയോജോങ് കയറി വരുന്നത്. എന്നാൽ സിയോജോങ്ങിനെ കാണുന്നതും ആദ്യം അവർക്ക് മനസ്സിലാവുന്നില്ല. 7 കൊല്ലം കഴിഞ്ഞു, പിന്നെ അവളുടെ രൂപത്തിൽ ഏതാണ്ട് മാറ്റമൊക്കെയുണ്ട്. തന്റെ പേര് അവൾ പറയുമ്പോഴാണ് അവർക്ക് ആളെ മനസ്സിലാവുന്നത്. കേട്ടതും ഹോസോക്കും പാർക്കും ഭയങ്കര ഇമോഷണൽ ആവും. അവളെ കാണാണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെയുള്ള വിഷമം അവർക്കുണ്ടായിരുന്നു. എന്റെ മോൾ ഒരുപാട് നിന്നെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു എന്നും ചോദിച്ച് കരയുവാണ് പാർക്ക്. അങ്ങോട്ടേക്ക് വരുന്ന യൊങ്ബിയും കണ്ട് അവർ ഇത്രയും വലുതായോ എന്ന അതിശയത്തിലാണ് അവള്. ബസ് ഇറങ്ങി വരുന്ന വഴി യോങ് ആണെങ്കിൽ പണ്ടത്തെ കഥ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾ അന്ന് ആ രാത്രിയിലെ ഇഷ്യൂ കഴിഞ്ഞ് സിയോജോങ് പോയതിനു ശേഷം മാനേജറുടെ മൊത്തം ഫയൽസ് ഒക്കെ എടുത്ത് പരിശോധിക്കും. അതിൽ നിന്ന് പുള്ളി കാണിച്ചു കൂട്ടിയിരുന്ന ക്രമക്കേടുകളൊക്കെ കണ്ടുപിടിക്കും. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാനേജറുടെ അടുത്തേക്ക് പോയി താൻ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഹെഡ്ക്വാർട്ടേഴ്സിനെ അറിയിക്കും. ഇൻ കേസ് നിങ്ങൾ സിയോജോങ്ങിന്റെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ പോലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ മൊഴി കൊടുക്കും. എങ്ങനെ പോയാലും താനെ അകത്താവും. അതുകൊണ്ട് നടന്ന കാര്യങ്ങളൊന്നും താൻ ആരോടും പറയാൻ പാടില്ല. ഞാനും ഇത് ആരോടും പറയില്ല. ഈ ഒരു പേടിയുടെ പുറത്താണ് മാനേജർ പിന്നെ സിയോജോങ്ങിന്റെ കാര്യം പോലീസിനോടൊന്നും പറയാതിരുന്നത്. അങ്ങനെ ഇപ്പൊ ചോയും യോങ്ങും കൂടെ റെസ്റ്റോറന്റിലേക്ക് എത്തുമ്പോൾ അവിടെ സിയോജോങ് ഇരുന്ന് പാർക്കിനെ സഹായിക്കുന്നു. സിയോജോങ്ങിനെ കണ്ട് ആകെ വണ്ടടിച്ച് നിൽക്കുവാണ് ചോയ്. അമ്മ എന്തിനാ അവളെ കൊണ്ട് പണിയെടുപ്പിച്ചെന്ന് ചോദിച്ച് യോങ് പാർക്കിനെ ചീത്ത പറയും. താൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് പാർക്ക് ഇതിന് സമ്മതിച്ചെന്ന് പറയാണ് ഇപ്പൊ സിയോജോങ്. അങ്ങനെ അവരവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് കാറിന്റെ അടുത്ത് വരെ യോങ് സിയോജോങ്ങിനെ കൊണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ സിയോജോങ് കാറ് കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് യോങ്സിക്ക് ഓടിക്കതച്ച് വരുന്നത്. ഇവളെവിടെ വന്നിട്ടുണ്ടെന്ന് യോങ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാണാൻ വേണ്ടി ഓടിയെത്തിയതാണ്. അവരെ കാണുമ്പോൾ സിയോജോങ്ങിനും ഒരുപാട് സന്തോഷമാവും. എന്താന്ന് വെച്ചാൽ അവക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈഫിന് കാരണവനാ. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന അവളെ അവൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവളിപ്പോ മുന്നിൽ നിൽക്കുന്നത്. നിന്റെ ലുക്കാകെ മാറിപ്പോയി, നിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ചായിരുന്നു കണ്ടിരുന്നെങ്കിൽ അധികം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്കും എന്റെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ ഞാൻ ഇനിയും കാണുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ എന്നെ രക്ഷിച്ച ആളല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് നന്ദി പറയണ്ടേ. എന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയ ദിവസം ഞങ്ങളുടെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിച്ചത് നീയല്ലേ. ഞാൻ പൈസയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഉറപ്പായിട്ടും ആ പണം തിരിച്ചു തരും. ഇപ്പൊ തൽക്കാലം ഈ ജ്യൂസിന്റെ പൈസ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കും. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന അവളോട് നീ വേറെ ആരെയും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പ്രത്യേകം അവൻ എടുത്തു ചോദിക്കും. നീയും നിന്റെ അനിയത്തിയെ പോലെ തന്നെയാ. ആൾക്കാരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ പറ്റും. യോങ്ങിനോട് എനിക്ക് ആകെയുള്ള അസൂയ അത് തന്നെയാ, നിന്നെ പോലെ ഒരു ചേട്ടൻ. അവിടെ നിന്ന് അവള് വീട്ടിലോട്ട് വരുമ്പോൾ ചെയർവുമൺ ബിസിനസ് ടൂർ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ചെയർവുമൺ ഇപ്പോ ഇവക്ക് വേണ്ടിയിട്ട് ഒരു കാർ വാങ്ങിയിരിക്കുവാണ്. ഇതെന്റെ ഒരു ഗിഫ്റ്റാണ്, അതിന് വേണ്ടാന്ന് പറയണ്ട. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് പുതിയൊരു ഡ്രൈവറെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ചെയർവുമൺ ഇപ്പൊ ഡ്രൈവറെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ പണ്ടത്തെ ആ പെണ്ണുപിടിയൻ ഡ്രൈവർ ഇല്ലേ, ജോങ്സിക്ക്, അവനാണ്. ജോങ്സിക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവനെ ജോങ് എന്ന് വിളിക്കാം. ജോങ്ങിനെ കണ്ടപ്പോൾ സിയോജോങ്ങിന് പെട്ടെന്ന് മനസ്സിലായെങ്കിലും ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന മട്ടിലാണ് അയാൾ നിൽക്കുന്നത്. ചെയർവുമൺ ആണെങ്കിൽ നാളെ ഇവൾക്ക് വേണ്ടി ഒരു ഡേറ്റിംഗ് സെറ്റ് ആക്കിയിരിക്കുവാണ്. ഏതൊരു വലിയ മുതലാളിയുടെ മോനുമായിട്ട്. രാവിലെ തന്നെ ജോൺ വന്ന് ഇവളെ പിക്ക് ചെയ്യും. പോകുന്ന വഴി ഇവളെ തന്നെ നിർത്താതെ നോക്കുന്നവൻ ഇത് ശരിക്കും നീ തന്നെയല്ലേ, നിന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സിയോജോങ്ങി എന്നതിന്റെ പേര് അവള് പറഞ്ഞു കൊടുക്കും. ഇവനാണെങ്കിൽ ആളെ മനസ്സിലായതും നിനക്ക് ലോട്ടറി ആണല്ലോ അടിച്ചേക്കുന്നത്, നീ ആകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എനിക്കറിയാം തനിക്ക് എന്നെ നല്ല ഓർമ്മയുണ്ടാകുമെന്ന്. കാരണം പെണ്ണുങ്ങളെ താൻ മറക്കാൻ വഴിയില്ലല്ലോ. അതേട്ട് ഞാനിപ്പോ അങ്ങനത്തെ ആളൊന്നുമല്ല, അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഞാനൊരു പുതിയ ആളാ, നീ അതൊക്കെ മറക്കണോന്ന് പറയുമ്പോ മറക്കാൻ, പക്ഷെ ഒരു കണ്ടീഷൻ, താൻ എന്റെ പാസ്റ്റും മറക്കണം, പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ മുന്നിലെന്ന് പറയണം അവള്. ജോങ്ങും അതിന് സമ്മതിക്കും. ഇതേ സമയം യോങ്ങിന്റെ അടുത്ത് വന്ന സിയോങ് ഹാനിന്റെ കുറച്ച് ഡ്രസ്സുകൾ അവളെ ഏൽപ്പിച്ച് ഇത് നീ ഒന്ന് അവനെ കൊണ്ടുകൊടുക്കണം, അവന്റെ അടുത്തുള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നിട്ടുണ്ടാവും, പിന്നെ പോകുമ്പോൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് അവളെ ഏൽപ്പിക്കും. നൈസായിട്ട് രണ്ടുപേരെ മീറ്റ് ചെയ്യിക്കുക, അതാണ് അവളുടെ ലക്ഷ്യം. ഇവിടെ സിയോജോങ് ആണെങ്കിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റിങ്ങിന് വന്നതാണ്. ജോങ്ങിന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല, പണ്ടത്തെ പോലെ തന്നെ. ആ ഹോട്ടലിൽ നിന്ന് പോവുകയും വരികയും ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ആ ബോയുടെ കൂടെ സിയോജോങ് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ നമുക്ക് വീണ്ടും കാണാന്ന് പറയുന്ന അവനോട് ഇല്ല ഞാൻ കുറച്ച് ബിസി ആയിരിക്കും എന്നും പറഞ്ഞ് മുങ്ങുകയാണ് അവള്. ഇത് കേട്ട് അവനാണെങ്കിൽ അതിന് ഞാൻ സമയം പോലും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞാ നിൽക്കുന്നത്. സിയോജോങ് പോകുന്നത് ഹാനിന്റെ ഹോസ്പിറ്റൽ വഴിയാണ്. ആ ഹോസ്പിറ്റൽ കാണുന്നതും അവിടെ പോയി ഹാനിനെ കാണണമെന്നൊരു തോന്നൽ അവൾക്ക് വരുന്നുണ്ട്. അതിന് മുന്നിൽ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവള് കാണുന്നത് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന യോങ്ങിനെയും ഹാനിനെയാണ്. ഹാനാണെങ്കിൽ യോങ്ങിനോട് നീ എന്റെ ഡ്രസ്സ് ഒളിഞ്ഞു നോക്കിയോ, എന്റെ അണ്ടർവെയർ ഒക്കെ നീ കണ്ടില്ലേന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരത്ര ക്ലോസ് ആയി പെരുമാറുന്നത് കണ്ട് ആ ഒരു ഷോക്കിലാണ് സിയോജോങ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തിരിച്ചു പോകും. അവിടുത്തെ ക്യാന്റീനിൽ നിന്ന് യോങ്ങിന് ഹാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഇപ്പൊ സിയോജോങ്ങിനെ യോങ് കണ്ട കാര്യം അവൾ ഹാനോട് പറയാനായിട്ട് വരുന്നുണ്ട്. എന്നപ്പോഴേക്കും ഒരു എമർജൻസി വരുന്നത് കൊണ്ട് തന്നെ ഹാൻ എഴുന്നേറ്റ് പോകും. ഇപ്പൊ സിയോജോങ്ങിനെ കൊണ്ടാക്കിയിട്ട് ഈ ജോങ് കാണിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ആരും കാണാണ്ട് അവരുടെ കാർ എടുത്ത് കറങ്ങാനായിട്ട് അങ്ങ് പോകും. വഴി കാണുന്ന ഏതെങ്കിലും അതിന്റെ ചാക്കിലാക്കുക, അത് തന്നെ. എന്നവൻ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് ചോയിയെ കാണുവാണ്. ഇയാളുടെ മകളെ ചോയി ഇപ്പൊ വളർത്തുന്ന കാര്യമൊന്നും ജോങ്ങിന് അറിയില്ലല്ലോ.
നീ ആകങ്ങ് മാറിപ്പോയല്ലോ ജോങ്ങെ, നിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല. നീ എങ്ങനെ ഇരിക്കുന്നേ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജോങ് നോക്കുന്നത്. ഇവനെ പെട്ടെന്ന് കണ്ട ഒരു ഷോക്കിൽ തന്നെയാണ് ചോയ്. നമുക്ക് നമ്മുടെ ആ പണ്ടത്തെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ ഒരു നാണവും മാനവുമില്ലാത്ത ഇവൻ ഈ ഒരു ഫസ്റ്റത്തെ കാഴ്ചയിൽ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ അവന്റെ മുഖത്ത് നോക്കി നല്ല ചീത്തയും വിളിച്ച് വീട്ടിലോട്ട് പോകും. എന്നാ ഇവൻ വിടോ, ഇവൻ പിറകെ പോവും. ഇവള് റെസ്റ്റോറന്റിലേക്ക് കയറി പോകുന്നത് കണ്ട് അവിടെ പോയി ഒളിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഇവനെ കണ്ട് ഇറങ്ങി വരുന്നതാണെങ്കിൽ ഇവന്റെ തന്നെ മകൾ സൂചി. താൻ ആരാന്ന് ചോദിക്കുമ്പോൾ മോളേതാ, മോളുടെ അമ്മ അച്ഛനൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇയാള്. എന്റെ അമ്മ ഇവിടെയുണ്ട്, എന്നെനിക്ക് അച്ഛനില്ല. അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഒരാളില്ലാന്ന് കൊച്ചു പറയും. അപ്പോഴേക്കും ചോയ് അങ്ങോട്ടേക്ക് വന്ന് സൂചന പിടിച്ചു മാറ്റും. കൊച്ചി ഇവൾ അമ്മയെന്ന് വിളിക്കുന്നതൊക്കെ കണ്ട ഷോക്കിലാണ് ജോങ്. താൻ എന്തിന് ഇങ്ങോട്ടേക്ക് വന്നേ, തന്നെ ഞാൻ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇനി മേലെ ഇങ്ങോട്ടേക്ക് വന്നേ പോകരുതെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത് ഈ സങ്ജോള് കാണുന്നുണ്ട്. കെട്ടാക്കുമ്പോൾ രാവിലെ തന്നെ പാർലറിൽ യോങ്ങിന്റെ പേരിൽ ഒരു ബൊക്കെ വന്നിരിക്കുകയാണ്. ഇത് കണ്ട് ഇത് ഹാൻ തന്നെ ആയിരിക്കും നിനക്ക് വേണ്ടി അയച്ചെന്നും പറഞ്ഞിരിക്കുകയാണ് ചോയ്. എന്നാൽ അയച്ചത് ഹാനൊന്നുമല്ല ഞാനാണെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് യോങ് വരും. അവനോട് ഹെയർ കട്ടിന് വേണ്ടി വന്നതാണ്. യോങ്ങി നീ ആകെ മാറിപ്പോയി, നീ പണ്ടത്തെ ആളെയല്ല. ഇപ്പൊ നിന്റെ സംസാരത്തിൽ വരെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ നിന്റെ സപ്പോർട്ടിന് നിന്റെ ഡാഡി ലോങ് ലെഗ്സ് ആയിട്ട് ഞാൻ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ട് എനിക്ക് എപ്പോഴും അതിന്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് എന്റെ ഡാഡി ലോങ് ലെഗ്സ് ആയിട്ട് ഓടി വരണമെന്ന് പറയാൻ അവള്. നീ ഇന്ന് ഓഫ് ആണെങ്കിൽ നമുക്ക് ഡിന്നറിന് പോയാലോ, ഫുൾ ട്രീറ്റ് എന്റെ വകാന്ന് പറയുന്ന അവനോട്. വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറയാൻ അവള്. ഇതേ സമയം ഹോഴ്സ് റൈഡിംഗിലാണ് സിയോജോങ്. എന്നാൽ അവിടെ ശരീരം മാത്രമേ എവിടെയുള്ളൂ, മനസ്സ് ഹാനിന്റെ യോങ്ങിന്റെ അടുത്താണ്. ഇപ്പൊ പെട്ടെന്ന് അശ്രദ്ധ മൂലമാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ അവൾ ആ കുതിരയെ പിടിച്ച് വലിക്കുന്നതും അത് നേരെ അവളെ വലിച്ച് താഴേക്കിടുവാണ്. താഴെ വീണ് അവളുടെ ബോധം പോവും. ബോധമില്ലാതെ അവള് കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. കണ്ണു തുറന്ന് അവള് കാണുന്നത് നഴ്സ് തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നത്. എന്നാൽ മൂർച്ചയുള്ള സാധനങ്ങൾ പേടിയായി അവള് പെട്ടെന്ന് പാനിക് ആവുകയാണ്. ആരൊക്കെ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും അവള് കാം ആവുന്നില്ല. ഇത് കണ്ട് മാം ഒന്ന് കാം ആവെന്നും പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ടേക്ക് ഹാൻ വരും. എന്നാൽ അടുത്ത് വരുമ്പോഴാണ് ഹാൻ സിയോജോങ്ങിനെ കാണുന്നതും സിയോജോങ് അവനെ കാണുന്നതും. എന്നാൽ അവളിപ്പോ അവനെ കണ്ടതും നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പാടില്ല, നിനക്ക് റെസ്റ്റ് വേണമെന്നും പറഞ്ഞ് ഹാൻ അവളെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. നീ ഒട്ടും മാറിയിട്ടില്ല, ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാ. പണ്ടത്തെ പോലെ തന്നെ ആളുകളെ പേടിപ്പിക്കാൻ നിനക്കറിയാം. ഈ സമയമാണ് അങ്ങോട്ടേക്ക് യോങ്ങിന്റെ കാറിൽ വന്ന് യോങ് ഇറങ്ങുന്നത്. ആ യോങ് കാണുന്നത് ഈ കാഴ്ചയെ. ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഡ്രാമ അവസാനിക്കാനായിട്ട് ഇനി വെറും കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഏത് കപ്പിളാണ് സർവൈവ് ചെയ്യാന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.